ലാൽകുമാർ ഞാൻ ഈ രാജി സ്വീകരിച്ച് പ്രശ്നം വഷളാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആദ്യമേ ദുർബലമായിരിക്കുന്ന ഒരു പാർട്ടിയെയാണ് ഇപ്പോൾ ഇത് കൂടുതൽ ക്ഷീണിപ്പിക്കുന്നത് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് കാണേണ്ടി വരില്ലേ? ഇത് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ആളുകൾ കേട്ടു എന്നതാണോ ഇപ്പോൾ പ്രശ്നം? അല്ല, ഇത് വളരെ വ്യക്തമാണ്. നോക്കൂ, കോൺഗ്രസ് വളരെയധികം ബാക്ക് ഫുട്ടിൽ പോയി. ശ്രീകുമാരേട്ടനെ എനിക്കറിയാമല്ലോ. ശ്രീകുമാരേട്ടൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അദ്ദേഹം കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു ഡിഫൻസ് നടത്തുന്നതാണ്. അദ്ദേഹം കണ്ടൻഷൻസ് കണ്ടുപിടിച്ച് നടത്തുന്നതാണ്. ഒരു കാരണവശാലും അദ്ദേഹം ഇതുമായിട്ട് ഈ പറഞ്ഞതുമായിട്ടൊന്നും യോജിക്കുമെന്നും അത് CPM അദ്ദേഹം കൊണ്ടുവന്നു. CPM ആശ്വാസമാകുമോ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ആ ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് CPM എന്ന് പറയുന്ന ഒരു വിഷയമല്ല. CPM ഇതിനകത്തൊരു ബാധകമാകുന്നൊരു വിഷയമല്ല. തുടർഭരണം കിട്ടുമോ എന്ന്, തുടർഭരണം കിട്ടും എന്നുള്ളത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ DCC പ്രസിഡന്റ് തന്നെ പറയുന്നു എന്നുള്ളതാണല്ലോ വിഷയം. ആ വിഷയം പ്രതിപക്ഷ നേതാവ് പറയുന്നതും അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് പറയുന്നതിനും ഘടകവിരുദ്ധമായ ഒരു അഭിപ്രായം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചും അതിൻ്റെ സർക്കാരിനെക്കുറിച്ചും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ ഒരു കാര്യം കൂടെ വളരെ പ്രസക്തമായി നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. നോക്കൂ, BJP ഒരുപാട്, അത് വളരെ പ്രസക്തമായി നമ്മൾ കാണേണ്ട, വളരെ ശക്തമായി കാണേണ്ട ഒരു വിഷയമാണ്. BJP ഒരുപാട് പണം ഇറക്കുമെന്നും ആ BJP പണം ഇറക്കുന്നത് വഴി കോൺഗ്രസിൻ്റെ വോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP പണം ഇറക്കുമ്പം CPM ജയിക്കുകയാണെങ്കിൽ അതുകൂടാതെ BJP കൂടുതൽ വോട്ട് പിടിക്കുകയും കൂടെ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനാണ്. ഇപ്പം BJP പണം ഇറക്കി CPMൻ്റെ വോട്ട് പിടിച്ചു പോകുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്. BJP പണം ഇറക്കി പിടിച്ച് കൂടുതൽ വോട്ട് പിടിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ച് കോൺഗ്രസ് താഴെ പോകും. ഇതേ കാര്യമല്ലേ യഥാർത്ഥത്തിൽ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അതിവർ സമ്മതിച്ചിട്ട്, നമ്മളോട് ഒരിക്കലും ഇവർ സമ്മതിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണണ്ട, കോൺഗ്രസും ജാഗ്രതയോടുകൂടി കാണണം. പാലോട്ട് രവിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കണമെന്ന് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ രാജിവെച്ചു മാറിപ്പോയി എന്നുള്ളത് മാത്രമേ, ഒരു ഐവാഷ് നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ഭാഗത്ത് നിൽക്കണ്ടേ? കാര്യം BJP പണം കൂടുതൽ മുടക്കിയാൽ നിങ്ങളുടെ വോട്ട് കൃത്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് ഒരു DCC പ്രസിഡന്റ് തന്നെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ട് എങ്കിൽ അത് അപകടകരമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെ അത് നിങ്ങൾ നമ്മുടെ ആശ്വാസത്തെക്കുറിച്ചും തുടരും നിങ്ങളിങ്ങനെ സമാധാനമായിട്ടിരുന്നോ എന്ന് പറയുന്നതും നിങ്ങളുടെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലും. അത് DCC പ്രസിഡന്റ് താങ്കൾ പറഞ്ഞ പോലെ പല രവിമാർ ചേർന്നതിലെ ഏറ്റവും വലിയൊരു രവിയാണ് പാലോട്ട് രവി. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, അല്ലല്ലോ. അപ്പം ഈ പറയുന്ന 2-3 കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഇതിനകത്ത് വായിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നതെന്നാണ് എൻ്റെ